നമ്മളിന്നിവിടെ രണ്ടാമത്തെ അധ്യായം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചാപ്റ്ററിന്റെ പേരാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതായത് ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. ഇതാണ് ഈ അധ്യായത്തിന്റെ പേരാണ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് ഒരു ഉപഭോക്താവിന്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആരാണ് കൺസ്യൂമർ എന്ന് നോക്കാം. ആരാണ് ഒരു കൺസ്യൂമർ? നമ്മളെല്ലാവരും എന്നും കേൾക്കണം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് കൺസ്യൂമർ, കൺസ്യൂമർ, കൺസ്യൂമർ എന്നുള്ളത്. അപ്പൊ ആരാണ് കൺസ്യൂമർ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരാ കൺസ്യൂമർ? നമ്മളെ എല്ലാവരും കൺസ്യൂമറാണ്, ശരിയല്ലേ? നമ്മളെല്ലാവരും കൺസ്യൂമറാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ എല്ലാവരെയും കൺസ്യൂമർ ആണെന്ന് പറയുന്നത്? നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ഇല്ലേ? എല്ലാവരും സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മളെ എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് കൺസ്യൂമർ? കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു കൺസ്യൂംസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരാണോ സാധനങ്ങൾ വാങ്ങണത്, അല്ലെങ്കിൽ സാധനങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങണത്, അയാളെ എന്തെന്ന് പറയും? കൺസ്യൂമർ എന്ന് പറയും. അപ്പൊ നമ്മളെല്ലാവരും കൺസ്യൂമർ അല്ലേ? നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളെ എല്ലാവരും എന്തെന്ന് പറയും? കൺസ്യൂമേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയും. നമ്മളെല്ലാവരും എന്താണ്? കൺസ്യൂമർ ആണ്, ശരിയല്ലേ? നമ്മളെല്ലാവരും സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ് സാധനങ്ങൾ, എന്താണ് സേവനങ്ങൾ? അപ്പൊ നമുക്ക് എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ് നോക്കാം. നമ്മൾ ഗുഡ്സും സർവീസും വാങ്ങുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മളെ എന്തെന്ന് പറയുന്നത്? നമ്മളെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ്? ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന ടാൻജിബിൾ ആയിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗുഡ്സ് എന്ന് പറയുക. അപ്പൊ സർവീസ് എന്ന് പറഞ്ഞാലോ സേവനങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് തൊടാനൊന്നും പറ്റില്ല. നമുക്ക് ഇൻടാൻജിബിൾ ആയിട്ടുള്ള വസ്തുക്കളെയാണ് എന്തെന്ന് പറയുക, അല്ലെങ്കിൽ ഇൻടാൻജിബിൾ ആയിട്ടുള്ള സർവീസസിനെ സർവീസ് ആണ്. അതായത് നമുക്ക് കിട്ടുന്ന സേവനങ്ങളാണ്. ഇൻടാൻജിബിൾ ആയിരിക്കും ഈ സർവീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തൊടാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു ബുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേന, ഇതൊക്കെ നമുക്ക് നമ്മളെ ഗുഡ്സ് ആണ് ഇതൊക്കെ. കാരണം എന്താ? നമുക്ക് ഇതൊക്കെ തൊടാൻ പറ്റുന്നതാണ്. മെറ്റീരിയൽ ഗുഡ്സ് ആണ്. ഗുഡ്സ് മെറ്റീരിയൽ ആണ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് തൊടാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചാൽ അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾക്ക് കിട്ടുന്ന സേവനാണ്, സർവീസാണ്. നമ്മൾ ഫീസൊക്കെ കൊടുത്തിട്ട് അയാൾ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് നമുക്ക് ഗുഡ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സർവീസാണ്. നമുക്ക് ആ കിട്ടുന്നത് നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഗുഡ്സ് എന്താണ്, സർവീസ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുന്ന ഏതൊരാളും എന്തെന്ന് പറയും? കൺസ്യൂമർ എന്ന് പറയും. അതായത് ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുന്ന ഏതൊരാളും നമ്മൾ എന്തെന്ന് പറയും? കൺസ്യൂമർ എന്ന് പറയും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും എന്തെന്ന് പറയും? കൺസ്യൂമർ എന്ന് പറയും, ശരിയല്ലേ? അപ്പൊ എന്താണ് കൺസംഷൻ? കൺസംഷൻ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു വേർഡാണ് കൺസംഷൻ, അല്ലെ? പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന വേർഡല്ലേ? അല്ലേ? അല്ലല്ലേ? അപ്പൊ എന്താണ് കൺസംഷൻ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് കൺസംഷൻ, കൺസ്യൂമർ, കൺസ്യൂമിങ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് കൺസംഷൻ? അതായത് ഈ ഒരു കൺസ്യൂമർ ഈ സാധനങ്ങൾ വാങ്ങുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കൺസംഷൻ എന്ന് പറയാം. അതായത് ഒരു കൺസ്യൂമർ വാങ്ങണ, അതായത് പർച്ചേസ് ചെയ്യണ, ആ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ആ പ്രക്രിയനെയാണ് എന്തെന്ന് പറയാം? കൺസംഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് കൺസ്യൂമിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യണ സാധനങ്ങൾ, പർച്ചേസ് ചെയ്യണ ആ ഒരു ആക്ടിനെ, ആ ഒരു പ്രോസസ്സിനെ, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കൺസംഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ആരാണ് കൺസ്യൂമർ എന്ന് പഠിച്ചു, എന്താണ് കൺസംഷൻ എന്ന് പഠിച്ചു, എന്താണ് ഗുഡ്സ് എന്ന് പഠിച്ചു, എന്താണ് സർവീസ് എന്ന് പഠിച്ചില്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു കൺസ്യൂമർ പെരുമാറുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കൺസ്യൂമറിന്റെ പെരുമാറ്റം? എങ്ങനെയായിരിക്കും, എന്തിന്റെ ബേസിലായിരിക്കും ഒരു കൺസ്യൂമർ പെരുമാറുന്നത്? അതായത് ഇത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഈ കൺസ്യൂമർ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് അയാളുടെ അടുത്തുള്ള വരുമാനം, ഇൻകം, അത് അയാളുടെ പെരുമാറ്റത്തിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും, ശരിയല്ലേ? അതായത് ഒരു ഭയങ്കരമായിട്ട് ഇൻകൊന്നും ഇല്ലാത്ത ഒരാളുടെ പെരുമാറ്റം, അതേപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഭയങ്കര പൈസക്കാരനായിട്ടുള്ള ഒരാളുടെ പെരുമാറ്റം ഒരേപോലെ ആയിരിക്കും? അല്ല. അതേപോലെ തന്നെ സാധനങ്ങളുടെ വില, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, എന്തിനെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. ചില ആൾക്കാർ മാർക്കറ്റിൽ ചെന്നിട്ട് ഇതിന് എത്ര വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപ, 10 രൂപയുള്ളൂ അല്ലേ, അതായിരിക്കും അയാളുടെ പെരുമാറ്റം.
അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരാള് ഈ സാധനത്തിന് എത്ര വില, 10 രൂപ, അയ്യോ 10 രൂപ, അങ്ങനെ ആയിരിക്കും അയാളുടെ പെരുമാറ്റം, ശരിയല്ലേ? അപ്പോൾ കൺസ്യൂമറിന്റെ ഇൻകം നമ്മുടെ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് അഫക്റ്റ് ചെയ്യും? ഈ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഒരു സാധനത്തിന്റെ വില എന്ന് പറയുന്നത് കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും, ശരിയല്ലേ? അങ്ങനെ വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമുക്ക് എടുക്കാം: ഇൻകം ഓഫ് ദ കൺസ്യൂമറും പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അതായത് ഒരു കൺസ്യൂമറിന്റെ വരുമാനം, അതേപോലെ തന്നെ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ്, വിലയും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് രണ്ടോട് നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. ഇൻകം ഓഫ് ദ കൺസ്യൂമറും അതേപോലെ തന്നെ പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ്. അതായത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും ഇൻകം ഓഫ് ദ കൺസ്യൂമറും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ, നമ്മുടെ ഉപഭോക്താവിന്റെ പെരുമാറ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ്. ഒരു കൺസ്യൂമർ ഒരുപാട് സാധനങ്ങൾ വാങ്ങും, ശരിയല്ലേ? ഒരു കൺസ്യൂമർ, ഞാനൊരു കൺസ്യൂമറാണ്, നിങ്ങൾ ഓരോരുത്തരും ഒരു കൺസ്യൂമറാണ്. നമ്മൾ എത്രത്തോളം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്? ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ് നമ്മളെ എല്ലാവരും. പക്ഷെ നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ 2 കമ്മോഡിറ്റിയാണ് ഒരു കൺസ്യൂമർ വാങ്ങുള്ളൂ നമ്മൾ അസ്യൂം ചെയ്യാണ് കേട്ടോ. നമ്മൾ 2 കമ്മോഡിറ്റിയാണ് നമ്മൾ വാങ്ങണുള്ളൂ, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അസ്യൂം ചെയ്യും. ഈ ഒരു ചാപ്റ്ററിൽ മൊത്തമായിട്ട് നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? അല്ലെങ്കിൽ നമ്മളൊരു കൺസ്യൂമറാണ്, നമ്മൾ 2 കമ്മോഡിറ്റിയെ വാങ്ങുള്ളൂ. ഇതിനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ ഇതിനെ ഗ്രാഫിൽ കാണിക്കുമ്പോൾ ഗ്രാഫിന് എന്തുണ്ടായിരിക്കുള്ളൂ? നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഗ്രാഫിന് 2 അക്ഷം ഉണ്ടായിരിക്കുള്ളൂ, 2 ആക്സിസേ ഉണ്ടായിരിക്കുള്ളൂ, ഒന്ന് എക്സ് ആക്സിസും ഒന്ന് വൈ ആക്സിസും. അപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നത്? ഒരു കൺസ്യൂമർ 2 സാധനമേ വാങ്ങുള്ളൂ നമ്മൾ അസ്യൂം ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗ്രാഫിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ നമ്മൾ ശരിക്കും അങ്ങനെയാണോ? അല്ല. നമ്മളൊരു കൺസ്യൂമർ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ്. ഞാനൊരു കൺസ്യൂമറാണ്, നിങ്ങൾ ഓരോരുത്തരും ഒരു കൺസ്യൂമറാണ്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്? ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ എന്തേ ചെയ്യുള്ളൂ? 2 സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ നമ്മൾ അസ്യൂം ചെയ്യാണ്. കാരണം നമ്മൾ ഗ്രാഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? വെറുതെ രസത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെയാണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപഭോഗം നടത്തുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്, ശരിയല്ലേ? നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരുപാട് വസ്തുക്കൾ നമ്മൾ കൺസ്യൂം ചെയ്യും. അപ്പം നമുക്ക് ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ ഒരു വസ്തു മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. അല്ലാതെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വസ്തു മാത്രം കൺസ്യൂം ചെയ്താൽ മതിയോ? അല്ല. പല വസ്തുക്കൾക്കും പല ആവശ്യങ്ങൾ തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക, കഴിവാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഓരോ വ്യത്യസ്ത വസ്തുക്കൾ നമ്മൾ കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ ഉപഭോഗം ചെയ്യും, ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ഒരു പെൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എന്താവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്? നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മളിപ്പോൾ ഒരു ഫാൻ ഉപയോഗിക്കാന്ന് വിചാരിച്ചാൽ ഫാൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ചൂടാണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പല വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പല പല ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വസ്തുക്കളും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഓരോ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് അപ്പോൾ അതിന് എന്ത് കിട്ടുന്നുണ്ടാവും? നമ്മുടെ ആവശ്യങ്ങൾ തീരുണ്ടാവും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ തീരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ശരിയല്ലേ? നമുക്കൊരു സംതൃപ്തി കിട്ടും. ഇപ്പോൾ നമ്മൾ ചൂടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ ഫാൻ ഉപയോഗിക്കും. ആ ഫാൻ ഇങ്ങനെ തിരിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്കൊരു സംതൃപ്തി കിട്ടും. അപ്പോൾ ആ ഒരു സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോ വസ്തുക്കളും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപഭോഗം നടത്തേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തൊരു വസ്തു ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് എന്ത് കിട്ടും? നമ്മുടെ ഒരു ആവശ്യം തീരും. അതായത് നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ശരിയല്ലേ? ഏത് വസ്തു ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു പെൻ ആയിക്കോട്ടെ, ഒരു ബുക്ക് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാൻ ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ, എന്തൊരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാവും? നമ്മുടെ ആവശ്യങ്ങൾ തീരാൻ വേണ്ടിയിട്ടാവും. അങ്ങനെ നമ്മൾ ആവശ്യങ്ങൾ തീരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടും, ശരിയല്ലേ? കിട്ടും. ഇപ്പൊ നമുക്ക് ഒരു സംതൃപ്തിയും കിട്ടണില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ഒരാവശ്യം നമുക്ക് ആ സാധനം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചോ, നമ്മൾ അത് കൺസ്യൂം ചെയ്യും. നമ്മൾ ആവശ്യമില്ലാതായി അങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യും. ഒരിക്കലും നമ്മൾ ചെയ്യില്ല. ഏതൊരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് കിട്ടുന്നുണ്ടാവും? നമ്മുടെ ഒരു ഹ്യൂമൻ വാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം അതിന് തീരുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് കിട്ടുന്നുണ്ടാവും? അങ്ങനെ ആവശ്യം തീരുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും, ഒരു സംതൃപ്തി കിട്ടുന്നുണ്ടാവും, ശരിയല്ലേ?
അപ്പോൾ നമുക്ക് ഈ ഒരു സംതൃപ്തി കിട്ടുന്നത് നമുക്ക് ഉറപ്പല്ലേ. അപ്പോൾ ഏതൊരു സാധനം ഉപയോഗിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ വാണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആരാണ് ഒരു കൺസ്യൂമർ, എന്താണ് കൺസംഷൻ, എന്താണ് ഗുഡ്, എന്താണ് സർവീസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കാൻ പോവുകയാണ്, അതാണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉപയുക്തത എന്ന് പറയാം കേട്ടോ, മലയാളത്തിൽ ഉപയുക്തത എന്ന് പറയും യൂട്ടിലിറ്റി. ഈ യൂട്ടിലിറ്റി എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെറിമി ബെന്താം എന്ന് പറയുന്ന ഒരാളാണ്. ജെറിമി ബെന്താമാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ യൂട്ടിലിറ്റി എന്നുള്ള ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ എ തിങ് ഈസ് കോൾഡ് യൂട്ടിലിറ്റി. അതായത് ഒരു സാധനത്തിന് നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആ ഒരു കഴിവിനെയാണ് എന്തെന്ന് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു സാധനമാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ തീർക്കും, അതായത് നമുക്കൊരു സംതൃപ്തി തരുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു സാധനത്തിന് നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വാട്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റിയാണ്. അതായത് ഒരു സാധനത്തിന് നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആ ഒരു കഴിവിനെയാണ് എന്തെന്ന് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുക. അതായത് ഇത് ജെറിമി ബെന്താമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിന്റെ കഴിവിനെയാണ്, ആ കപ്പാസിറ്റീനെയാണ് എന്തെന്ന് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുക. അപ്പോൾ ഏതൊരു സാധനം ഉപയോഗിക്കുമ്പോഴും നമുക്ക് എന്ത് തരും, കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കില്ല. അപ്പോൾ ആ കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, യൂട്ടിലിറ്റി, ആ ഒരു സംതൃപ്തിനെ. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ദാഹിച്ചിരിക്കുകയെന്ന് വിചാരിച്ചോ, അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിച്ചപ്പോൾ എന്ത് കിട്ടി, കുറച്ച് സംതൃപ്തി കിട്ടിയില്ലേ. ആ ഒരു സംതൃപ്തി, ആ വെള്ളം എത്ര സംതൃപ്തിയാണ് എനിക്ക് തന്നത്, അതിനെയാണ് എന്തെന്ന് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ആ വെള്ളം കുടിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, ഒരു യൂട്ടിലിറ്റിയും കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, പിന്നെ നമ്മൾ ആ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഏതൊരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, ഒരു യൂട്ടിലിറ്റി കിട്ടും. ഇനി നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം, യൂട്ടിലിറ്റി എന്ന് പറയാം. എന്തൊരു സാധനം ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് അതിന് എന്ത് കിട്ടുന്നുണ്ട്, യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട്. ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവാണ്. അതായത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഇതിങ്ങനെ സെയിം ആണ് എന്നാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമുക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിന് കറക്റ്റ് ആയിട്ട് ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവാണ്. അതായത് ഇത് യൂട്ടിലിറ്റിയിൽ മാറ്റങ്ങൾ വരും. എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്ടിലിറ്റി ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് പേഴ്സൺ, ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് ടൈം, ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് എന്നാണ് പറയാം. അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, എല്ലായ്പ്പോഴും നമുക്ക് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ യൂട്ടിലിറ്റി അല്ല കിട്ടുക, എല്ലാ ടൈമിലും ഒരേ യൂട്ടിലിറ്റി അല്ല കിട്ടുക, അതേപോലെ തന്നെ എല്ലാ പ്ലേസസിലും ഒരേ യൂട്ടിലിറ്റി അല്ല കിട്ടുക. അതായത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരേ സാധനം, ഇപ്പോൾ 2 ആപ്പിളാന്ന് വിചാരിച്ചോ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, 2 സാധനം, ആ ഒരു സാധനം 2 ആളാന്ന് വിചാരിച്ചു, ഞാനൊരാൾ വേറൊരാളാന്ന് വിചാരിച്ചു, ഞങ്ങൾ 2 ആളും അത് കഴിച്ചു. അപ്പോൾ ഇക്ക് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ യൂട്ടിലിറ്റി ആയിരിക്കുമോ വേറൊരാൾക്ക് കിട്ടുക? ഒരിക്കലും അല്ല. ഇക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഞാൻ ആപ്പിൾ കഴിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഒരു ആപ്പിൾ കിട്ടിയപ്പോൾ ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള യൂട്ടിലിറ്റി കിട്ടുന്നു, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി, കാരണം കുറേ കാലമായിട്ട് ഒരു ആപ്പിൾ കിട്ടുമല്ലേ. പക്ഷെ വേറൊരാൾ, എൻ്റെ അപ്പുറത്ത് കിട്ടുന്ന ഒരാൾ, അയാൾക്ക് ഇതേ ആപ്പിൾ തന്നെ 2 ആപ്പിളാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരേ ടേസ്റ്റുള്ള ഒരേ ആപ്പിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അയാളത് കഴിച്ചു, അയാൾ സ്ഥിരമായിട്ട് ആപ്പിൾ കഴിക്കുന്ന ആളാണ്. ഇപ്പോൾ വരുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം മുന്നേ 2 മണിക്കൂർ മുന്നേ ഒരു ആപ്പിൾ കൂടി കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയും ഇക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയും സെയിം ആയിരിക്കും. അതായത് 2 ആൾക്ക് ഒരേ സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക? അല്ല, ഇക്ക് എന്തുണ്ടായിരിക്കും, ഇക്ക് യൂട്ടിലിറ്റി കുറച്ച് കൂടുതലുണ്ടാവും, കാരണം ഞാൻ കുറേ കാലമായിട്ട് ആപ്പിൾ കഴിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയല്ലോ, അപ്പോൾ ഒരു ആർത്തി ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് ടൈമാണ്. അതായത് ഇപ്പോൾ ഞാൻ രാവിലെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, ഞാൻ രാവിലെ ഒരു ചായ കുടിക്കുമ്പോഴേക്ക് എന്തുണ്ടായിരിക്കും, കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ശരിയല്ലേ. അപ്പോൾ ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ചായ, അതേ ചായ തന്നെ രാത്രി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? ഇല്ല, കിട്ടില്ല, ഒരിക്കലും ഇല്ല. രാവിലെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്തായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ രാത്രി അത്ര തന്നെ ചായ ഒന്ന് കുടിക്കുമ്പോൾ, രാത്രി ചായ കുടിക്കുമ്പോൾ നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കിടക്കാൻ നേരത്തെ ഒരു ചായ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഓരോ ടൈമിനനുസരിച്ചിട്ട് എന്ത് വരും, യൂട്ടിലിറ്റിയിൽ മാറ്റം വരും. ഇപ്പോൾ സെയിം ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ, ശരിക്ക് വേറെ ടൈമായപ്പോൾ 2 ടൈമിലും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായി, ചേഞ്ച് വന്നു. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലേസിൽ നമുക്ക് എന്ത് വരും, യൂട്ടിലിറ്റിയിൽ മാറ്റം വരുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ അപ്പോൾ നല്ല
എന്താണ് ഇപ്പോൾ ഇവിടെ നല്ല ചൂടൊക്കെ ഉള്ള സമയം, അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഇവിടെ ഒരു AC ഉപയോഗിക്കുമ്പോഴും, അതേപോലെ തന്നെ ഇപ്പോൾ കാശ്മീരിൽ നല്ല തണുപ്പൊക്കെ ഉള്ള കാശ്മീരിൽ ഒരാൾ AC ഉപയോഗിക്കുമ്പോൾ രണ്ടാക്കും ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഒരേ AC ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന AC ഒരേ ഒന്നാണ്, അതേപോലെ തന്നെ കാശ്മീരിൽ ഒരാൾ ഉപയോഗിക്കുന്ന AC ഒന്ന് തന്നെയാണ്. പക്ഷെ അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരേപോലെ ആയിരിക്കും. അതായത് ഇവിടെ ചൂടൊക്കെ ഉള്ള സമയത്ത് ഞാനൊരു AC ഉപയോഗിക്കുമ്പോൾ അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ശരിയല്ലേ? പക്ഷെ കാശ്മീരിൽ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് ആ ഒരു സ്ഥലത്ത്, ആ ഒരു പ്ലേസിൽ അവിടെ വേറെ അതേ ഒരു AC ഉപയോഗിക്കുന്ന ആൾക്ക് എന്തായിരിക്കും സാറ്റിസ്ഫാക്ഷൻ? അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം അവിടെ AC ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇവിടെ ചൂടാവുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് AC ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം അതായത് ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നതാണ് പറയുന്നത്. അതായത് വേറെ വ്യക്തികൾ മാറുന്നതിനനുസരിച്ചിട്ട് യൂട്ടിലിറ്റിയിൽ മാറ്റങ്ങൾ വരും. ഇപ്പം എനിക്ക് കിട്ടുന്ന ഒരേ സാധനം തന്നെ രണ്ടാൾ വേറെ വേറെ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ആ രണ്ടാൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അറിയുന്നത് ഡിഫറെൻ്റ് ആവും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈമിൽ ഒരേ സാധനം തന്നെ ഒരേ ആൾ തന്നെ ഡിഫറെൻറ്റ് ടൈമിൽ, അതായത് ടൈം വ്യത്യാസം വന്നു, ഒന്ന് രാവിലെ കഴിക്കുമ്പോഴും രാത്രി കഴിക്കുമ്പോഴും എന്തായിരിക്കും ചിലപ്പോൾ യൂട്ടിലിറ്റിയിൽ മാറ്റം വരാം. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലേസിൽ ചിലപ്പോൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് വേറെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഒരു ഐസ്ക്രീം കഴിക്കുന്നതും ഇവിടെ നിന്ന് നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് കഴിക്കുന്നതും രണ്ടിനും രണ്ട് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് പ്ലേസിലും എന്ത് വരാം, യൂട്ടിലിറ്റിയിൽ മാറ്റം വരാം. അതുകൊണ്ടാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതായത് യൂട്ടിലിറ്റിയിൽ എന്ത് വരാം, ചേഞ്ചസ് വരാം. ഇതാണ് യൂട്ടിലിറ്റി. അതായത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരു വസ്തുവിന് നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആ ഒരു കപ്പാസിറ്റീനെ, ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുക. ജെറിമി ബെന്താമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ യൂട്ടിലിറ്റി പറയുന്നത് എന്താണ്, സബ്ജക്റ്റീവ് ആണ്, മാറ്റങ്ങൾ വരാം. അതായത് ഓരോ വ്യക്തികൾ മാറുന്നതിനനുസരിച്ചിട്ട് യൂട്ടിലിറ്റിയിൽ മാറ്റങ്ങൾ വരാം. അതേപോലെ തന്നെ ഓരോ ടൈം പീരീഡ് മാറുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടൈം മാറുന്നതിനനുസരിച്ചിട്ട് യൂട്ടിലിറ്റിയിൽ മാറ്റങ്ങൾ വരാം. അതേപോലെ തന്നെ ഓരോ പ്ലേസ് മാറുന്നതിനനുസരിച്ചിട്ടും യൂട്ടിലിറ്റിയിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ സെയിം സാധനം തന്നെ ഇതിലൊക്കെ എന്ത് വരാം, യൂട്ടിലിറ്റിയിൽ മാറ്റങ്ങൾ വരാം. അപ്പം നമ്മൾ യൂട്ടിലിറ്റി ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. യൂട്ടിലിറ്റീനെ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. അതായത് ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഒന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും എന്ന രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. പിന്നെ അടുത്ത ഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുക, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പഠിക്കുക. അതായത് എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിനൽ യൂട്ടിലിറ്റി വിശകലനം എന്നാണ് മലയാളത്തിൽ കേട്ടോ. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൽഫ്രഡ് മാർഷൽ. ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷറബിൾ ഇൻ കാർഡിനൽ നമ്പേഴ്സ്. അതായത് നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട്, അതായത് 1, 2, 3, 4 ഇതൊക്കെയാണല്ലോ കാർഡിനൽ നമ്പേഴ്സ്. 1, 2, 3, 4, 5, 6, 8, 9 ഈ നമ്പേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയാം, കാർഡിനൽ നമ്പേഴ്സ് പറയാം. ഈ കാർഡിനൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്തൊരു സാധനം കഴിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ സംതൃപ്തി കിട്ടും. നമുക്ക് ചില സാധനങ്ങൾക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫാന് ഉപയോഗിച്ചു, ഫാനിൽ നിന്ന് നമുക്ക് എത്ര യൂട്ടിലിറ്റിയാണ് കിട്ടി, എത്ര സംതൃപ്തിയാണ് കിട്ടിയത് നമുക്ക് അളക്കാൻ പറ്റണമെന്നുണ്ടോ? നമുക്ക് അങ്ങനെ അളക്കാൻ പറ്റുമോ? അങ്ങനെ അളക്കാൻ പറ്റണമെന്നില്ലല്ലോ, ഇല്ലല്ലോ. പക്ഷെ ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ആൽഫ്രഡ് മാർഷൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഏതൊരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വാട്ട് എത്ര ആവശ്യമാണോ നമ്മുടെ തീർന്നെണ്ണം എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതായത് ഈ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഈ യൂട്ടിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് യൂട്ടിൽസ് എന്നുള്ള ഒരു യൂണിറ്റ് വെച്ചിട്ടാണ്. അതായത് 10 യൂട്ടിൽസ്, 20 യൂട്ടിൽസ് അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക. അതായത് യൂട്ടിൽസ് എന്നുള്ള ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുക, ഈ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ യൂട്ടിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റ് വെച്ചിട്ടാണ്, യൂട്ടിൽസ് എന്നുള്ള യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് എന്തിൽ പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. അതായത് നമുക്ക് ഏതൊരു സാധനം ഉപയോഗിക്കുമ്പോഴും അതിന് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഫാൻ ഉപയോഗിക്കുമ്പോൾ, ഇന്ന് ഫാൻ ഉപയോഗിച്ചപ്പോൾ ആദ്യം 10 യൂട്ടിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഫാൻ ഉപയോഗിച്ചപ്പോൾ 5 യൂട്ടിൽസ് ആണ് കിട്ടിയത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ തിന്നപ്പോൾ അതിന് 10 യൂട്ടിൽസ് കിട്ടി, അല്ലെങ്കിൽ അതിന് 8 യൂട്ടിൽസ് ആണ് കിട്ടിയത്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് എന്തിൽ പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത്. അതാണ് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഭാഗത്തിലാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കാനുള്ളത്. അതായത് ഈ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ ഇത്രേ പറയുന്നുള്ളൂ. യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്പർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. അത് നമുക്ക് നമ്മുടെ പ്രിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ എത്രയാണോ നമ്മുടെ എന്താ പറയുക
നമുക്ക് അതിന് റാങ്ക് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ആ ഒരു പ്രിഫറൻസ് വെച്ചിട്ട് നമുക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ ആണോ തന്നത് നമ്മുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, നമുക്ക് അതിന് റാങ്ക് കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചപ്പോഴേക്ക് ഒരു ഫസ്റ്റ് റാങ്കാണ് ആ ആപ്പിളിന്, അതേപോലെ തന്നെ രണ്ടാമത് വേറൊരു ആപ്പിൾ കഴിച്ചപ്പോഴേക്ക് രണ്ടാമത്തെ റാങ്കാണ് കിട്ടിയത്. അത് ആദ്യം കഴിച്ചതിനാണ് എനിക്ക് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടായിരുന്നത്. അങ്ങനെ പറയാനേ നമുക്ക് പറ്റുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത്. വേണ്ട, അത് നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് ആൽഫ്രഡ് മാർഷലിന്റെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. എന്താ പറയുന്നത്, യൂട്ടിലിറ്റി നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ യൂട്ടിലിറ്റി അളക്കണ യൂണിറ്റ് ആണ് ഏത്, യൂട്ടിൽസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ 10 യൂട്ടിൽസ്, 5 യൂട്ടിൽസ്, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമുക്ക് ഈ യൂട്ടിലിറ്റി അളക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയാണ് പഠിക്കുന്നത്. നമുക്ക് ഇതിലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടലും അതിൻ്റെ മാർജിനലും ഒക്കെ കാണാനുണ്ട്. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാതും നമുക്ക് ഒരേപോലെയാണ് നമുക്ക് വരിക. അതായത് ആദ്യം നമുക്ക് എന്താ പഠിക്കാറ്, നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്താ നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റീനെ നമ്മൾ ചുരുക്കിയിട്ട് TU എന്നാണ് പറയാം കേട്ടോ, ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റീനെ എന്താവും പറയാ, MU എന്നാ പറയാം, മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റീനെ നമ്മൾ ചുരുക്കിയിട്ട് TU എന്ന് പറയാം കേട്ടോ, TU. അപ്പോൾ TU എവിടെ കണ്ടാലും എന്താണത്, ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഫ്രം ഓൾ യൂണിറ്റ്സ് ഓഫ് കൺസംപ്ഷൻ. ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഫ്രം ഓൾ യൂണിറ്റ്സ് ഓഫ് കൺസംപ്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആപ്പിൾ ഉപയോഗിച്ച് ചോദിച്ചാൽ, അതേപോലെ തന്നെ ആപ്പിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓരോ ആപ്പിൾ കഴിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിന് യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എത്ര ആപ്പിളാണോ കഴിച്ചത് ആ മുഴുവൻ ആപ്പിളിൽ നിന്നും കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഫ്രം ഓൾ യൂണിറ്റ്സ് ഓഫ് കൺസംപ്ഷൻ. അതായത് ഞാൻ ആദ്യത്തെ ഒരു ആപ്പിൾ കഴിക്കുമ്പോഴേക്ക് എന്ത് കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിയിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണ് കിട്ടി എന്നുള്ളത് നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് അളക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ വെറുതെ പറയുകയാണ് 10 യൂട്ടിൽസ് കിട്ടി, അതായത് രണ്ടാമത്തത് കഴിക്കുമ്പോഴേക്കും അപ്പോൾ എന്ത് കിട്ടും, യൂട്ടിൽസ് കിട്ടും, ശരിയല്ലേ? അതായത് ഇപ്പോൾ 10 യൂട്ടിൽസോ 5 യൂട്ടിൽസോ 8 യൂട്ടിൽസോ എത്ര വേണേലും നമുക്ക് കിട്ടും. രണ്ടാമത് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യൂട്ടിൽസ് കിട്ടും. അതായത് രണ്ടാമത് കഴിച്ചപ്പോഴേക്ക് കുറച്ച് യൂട്ടിൽസ് കിട്ടി, മൂന്നാമത് ഒന്നും കൂടി കഴിച്ചപ്പോഴേക്ക് എന്ത് കിട്ടി, യൂട്ടിൽസ് കിട്ടി, നാലാമത് ഒന്നും കൂടി കഴിച്ചപ്പോഴേക്ക് എന്ത് കിട്ടി, യൂട്ടിൽസ് കിട്ടി. അപ്പോൾ മൊത്തത്തിൽ ഈ 5 എണ്ണം ഞാൻ കഴിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 5 എണ്ണത്തിൽ നിന്നും കിട്ടിയ ആ യൂട്ടിലിറ്റി എത്രയാണോ, അതായത് ഓരോന്ന് കഴിക്കുമ്പോഴേക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും കിട്ടുന്ന യൂട്ടിലിറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ശരിയല്ലോ? ഓരോന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും, ഓരോന്നും നമുക്ക് എത്രയാണെന്ന് അറിയാം. അപ്പോൾ ഈ ഓരോന്നും അതായത് എത്ര എണ്ണം നമ്മൾ കഴിച്ചിട്ടുണ്ട് ഈ എല്ലാറ്റിനും കൂടി കിട്ടുന്ന ആ ഒരു യൂട്ടിലിറ്റീനെയാണ് എന്തെന്ന് പറയാം, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഫ്രം ഓൾ യൂണിറ്റ്സ് ഓഫ് കൺസംപ്ഷൻ. അതായത് ഏതൊരു സാധനമാണോ നമ്മൾ കഴിക്കുന്നത് ആ സാധനം എത്ര എണ്ണാണോ കഴിച്ചിട്ടുള്ളത് അതിന് എല്ലാറ്റിനും കൂടി കിട്ടുന്ന ആ യൂട്ടിലിറ്റീനെയാണ് എന്തെന്ന് പറയാം, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഈ ടോട്ടൽ യൂട്ടിലിറ്റീനെ നമ്മൾ ചുരുക്കിയിട്ട് എന്തെന്ന് പറയും, TU എന്ന് പറയും, ടോട്ടൽ യൂട്ടിലിറ്റീനെ. അടുത്തതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റീനെ നമ്മൾ എന്താ ചുരുക്കിയിട്ട് നമ്മൾ എന്താ പറയുക, MU എന്നാണ് പറയുക. അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുക, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ചേഞ്ചസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം ദ യൂസ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഓരോ യൂണിറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുക, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അതായത് ഞാനിപ്പോൾ ഈ ഒന്നാമത്തെ ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ എന്ത് കിട്ടി, കുറച്ച് യൂട്ടിലിറ്റി കിട്ടി. അതിന് നമ്മൾ ഇത്ര 10 യൂട്ടിൽസ് കിട്ടി അല്ലെങ്കിൽ 5 യൂട്ടിൽസ് കിട്ടി നമുക്ക് പറയാം. അപ്പോൾ 10 യൂട്ടിൽസ് കിട്ടിയെന്ന് വിചാരിച്ചോ. അതേപോലെ തന്നെ അപ്പോൾ ഇവിടുത്തെ ആദ്യം ഒന്നും കഴിച്ചില്ലാച്ചപ്പോൾ എൻ്റെ അടുത്ത് എന്തുണ്ട്, ഒന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഒരു യൂണിറ്റ് കഴിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 10 യൂട്ടിൽസ് കിട്ടി. അതായത് ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്, അഡീഷണൽ ആയിട്ട് എൻ്റെ വയറ്റിക്ക് എത്തിയിട്ടുള്ളത് എത്രയാണ്, 10 ആണ്. അതായത് 10. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു യൂണിറ്റും കൂടി കഴിച്ചു. അതായത് എനിക്ക് അപ്പോൾ 8 യൂട്ടിൽസ് കിട്ടിയെന്ന് വിചാരിച്ചോ. ഒരേ സാധനം തന്നെ ഞാൻ രണ്ടാമത് കഴിച്ചപ്പോൾ എന്ത് കിട്ടി, എനിക്ക് 8 യൂട്ടിൽസ് കിട്ടിയെന്ന് വിചാരിച്ചോ. അതായത് ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി അപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും, ആദ്യക്ക് 10 കിട്ടിയിട്ടുണ്ട്, രണ്ടാമത് കഴിച്ചപ്പോൾ 8 അഡീഷണൽ ആയിട്ട് രണ്ടാമത്തെ എനിക്ക് 8 കൂടി അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും, 18 ആയിട്ടുണ്ടാവും, 18 യൂട്ടിൽസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി എത്ര, അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് എന്തെന്ന് പറയാം, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അതായത് ആദ്യത്തെ യൂണിറ്റ് ഞാൻ കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് 10 യൂട്ടിൽസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി 10 തന്നെയാണ്. രണ്ടാമത് ഞാൻ അതേ സാധനം അതേ ആപ്പിൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത് കൺസ്യൂം
ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 8 യൂട്ടിലിറ്റീസ് കൂടുതലായിട്ട് കിട്ടി. അതായത് 18 ടോട്ടൽ യൂട്ടിലിറ്റി 18 ആ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വന്ന ചേഞ്ച് എത്രയാണ്, 8 ശരിയല്ലേ. 10 എന്നുള്ളത് എത്രയായി, 18 അതായത് 8. അതായത് ഈ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ഈ ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം, MU എന്ന് പറയാം. അതായത് നമ്മൾ ഓരോ യൂണിറ്റ് നമുക്ക് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ യൂണിറ്റിലും വരുന്ന ആ ചേഞ്ചിനെയാണ്, ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാവുന്ന ആ ചേഞ്ചിനെയാണ് എന്തെന്ന് പറയാം, മാർജിനൽ യൂട്ടിലിറ്റി. എത്രയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്, അതിനെയാണ് എന്തെന്ന് പറയാം, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും കുറഞ്ഞു വരുന്നതാണ് പറയാം. നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് എടുക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും കുറഞ്ഞു വരുന്നതാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു ആപ്പിൾ കഴിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ആപ്പിൾ കിട്ടിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ആപ്പിൾ കഴിക്കുമ്പോൾ എന്തുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ശരിയല്ലേ, ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതായത് എനിക്ക് നല്ല സംതൃപ്തി കിട്ടി. ഇപ്പോൾ ഒരു 10 യൂട്ടിലിറ്റീസ് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാമത് ഞാൻ ഒരു ആപ്പിളും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. രണ്ടാമത് ഞാൻ ഒരു ആപ്പിളും കൂടി കഴിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടായിരിക്കില്ല, ആദ്യത്തെ അത്ര തന്നെ യൂട്ടിലിറ്റിക്ക് കൂടുതലായിട്ട് കിട്ടണമെന്നില്ല. അതായത് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് നല്ല യൂട്ടിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടാമത് ഒന്നും കൂടി കിട്ടിയപ്പോൾ ആദ്യം ഒന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ രണ്ടാമത് കിട്ടുമ്പോൾ അത്ര തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമത് ഒന്നും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിലോ ആ രണ്ടാമത് കഴിച്ചാൽ അത്ര ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതായത് ഈ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോ യൂണിറ്റും കൂടുതലായിട്ട് ഉപയോഗിക്കുന്തോറും നമ്മളെ ഈ മാർജിൻ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആദ്യമായിട്ട് കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ടൊന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് കിട്ടില്ല, ഒരു ആപ്പിൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടി, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടാവും. പിന്നെയും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ അതൊക്കെ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ത് ചെയ്യും, നമുക്ക് കുറഞ്ഞു വരുന്ന പറയുന്നത്. ആ സംതൃപ്തി നമുക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്ന പറയുന്നത്. അതാണ് നമ്മുടെ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയിൽ പഠിക്കാനുള്ളത്. അതിനി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. അടുത്ത ക്ലാസ്സിലാണ് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു, നമ്മൾ ആദ്യം എന്ത് പഠിച്ചു, നമ്മൾ ആരാണ് കൺസ്യൂമർ എന്ന് പഠിച്ചു, എന്താണ് കൺസംഷൻ എന്താണെന്ന് പഠിച്ചു, എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് യൂട്ടിലിറ്റി എന്ന് പഠിച്ചു, എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്ന് പഠിച്ചു, എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്ന് പഠിച്ചു. പക്ഷെ നമ്മൾ ഇനി പഠിക്കാൻ പോകണേ ഉള്ളത്. അതേപോലെ തന്നെ ഈ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്താ, മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പഠിച്ചു. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു തിയറി പഠിക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഓരോ യൂണിറ്റ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതോറും നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ആ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നതാണ് പറയുന്നത്. അതാണ് നമ്മൾ കാണിക്കാൻ പോണത്. അത് നമ്മളൊരു ഷെഡ്യൂളിൽ കാണിക്കും, അതൊരു കർവിൽ കാണിക്കും. ഇതൊരു തിയറിയാണ്. ഇതിനെ എന്തെന്ന് പറയാ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയാം. നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മളത് പഠിക്കാൻ പോണത് കേട്ടോ.